ഇറാനിൽ മതസ്വാതന്ത്ര്യം കിട്ടാക്കനിയാകുന്നു. ഇസ്ലാമിൽ നിന്ന് കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിലാണ് 41 വയസ്സുകാരിയായ ഗസൽ മാർസ്ബാൻ എന്ന സ്ത്രീയെ ഇറാന്റെ ഇസ്ലാമിക റവല്യൂഷണറി കോടതി ക്രൂരമായ തടവുശിക്ഷയ്ക്ക് വിധിച്ചത്. ജയിലറയ്ക്കുള്ളിൽ 9 വർഷവും 8 മാസവുമാണ് യുവതിക്ക് തടവുശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഭരണകൂടത്തിന്റെ കണ്ണുവെട്ടിച്ച് രഹസ്യമായി ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുന്നവരെ ഇറാൻ എത്രത്തോളം വേട്ടയാടുന്നു എന്നതിന്റെ ഏറ്റവും പുതിയ തെളിവാണ് ഇറാൻ ഭരണകൂടത്തിന്റെ ദാരുണമായ ഈ വിധി. മതപരിവർത്തനം നടത്തിയതിന് പിന്നാലെ ഭരണകൂടത്തിൽ നിന്ന് നേരിടേണ്ടി വന്ന കടുത്ത പീഡനങ്ങൾക്കെതിരെ ഗസൽ ധീരമായി പ്രതികരിച്ചിരുന്നു. തനിക്ക് നേരെയുള്ള അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് ഹിജാബ് ധരിക്കാതെ പൊതുസ്ഥലത്ത് പ്രത്യക്ഷപ്പെടുകയും ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തതിന് 2024 നവംബറിൽ ഇദ്ദേഹത്തെ 2 മാസം തടവിലിട്ടിരുന്നു. അതേസമയം ഗസൽ ജയിൽ മോചിതയായെങ്കിലും ഭരണകൂട കോടതിയുടെ വേട്ടയാടൽ അവസാനിച്ചില്ല. 2026 ജനുവരി 15 ഇവരെ വീണ്ടും അറസ്റ്റ് ചെയ്യുകയും കൈവശമുണ്ടായിരുന്ന ബൈബിളും മറ്റ് വിശുദ്ധ പുസ്തകങ്ങളും അധികൃതർ ഫലമായി പിടിച്ചെടുക്കുകയുമായിരുന്നു. ഭരണകൂടത്തിന്റെ ക്രൂരമായ പീഡനങ്ങൾ സഹിക്കാവയ്യാതെയാണ് താൻ പ്രതിഷേധത്തിനിറങ്ങിയതെന്ന് ഗസൽ വ്യക്തമാക്കിയതായി ക്രൈസ്തവ പീഡനങ്ങൾ നിരീക്ഷിക്കുന്ന ആഗോള ഏജൻസിയായ ആർട്ടിക്കിൾ 18 റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 9.2 കോടിയിലധികമുള്ള ജനസംഖ്യയുള്ള ഇറാനിൽ വെറും 8 ലക്ഷത്തോളം ക്രൈസ്തവർ മാത്രമാണ് ഉള്ളത്. മനുഷ്യാവകാശങ്ങൾക്കായി ശബ്ദമുയർത്തുന്ന ക്രൈസ്തവരെ ഇല്ലാതാക്കുവാൻ കടുത്ത നിയമങ്ങളാണ് രാജ്യം നടപ്പിലാക്കുന്നത്. എന്നാൽ വിചിത്രമായ കാര്യം, ഭരണകൂടം വിലങ്ങുകൾ വെക്കുമ്പോഴും ഇറാനിൽ ആയിരക്കണക്കിന് ആളുകൾ രഹസ്യമായി ഇസ്ലാം മതം ഉപേക്ഷിച്ച് ക്രിസ്തുമതത്തിലേക്ക് മാറുന്നുണ്ട് എന്നതാണ്.